ഒരായത്ത് ആരോതുന്നു അവന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും, ശൈത്താൻ ഓടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഓതുവല്ലേ സന്തോഷത്തോടെ പറ മനുഷ്യ. ശൈത്താൻ ഓടാൻ പറ്റത്തില്ല, അവൻ പറയും വേണ്ടാന്ന് പറ. ഓതുവല്ലേ. ഇതാരാ പറഞ്ഞു കൊടുത്തെന്നറിയോ? പലർക്കും പേടി, വീടിന്റെ പ്രമാണം വല്ലോ ഇയാള് ചോദിക്കുമെന്നാ. പെണ്ണുങ്ങൾക്ക് ഇനി കൈ കിടക്കണ സ്വർണം കാണാൻ ഊരിയാലോ എന്ന് പേടിച്ചിട്ടാ. വേണ്ട പെങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം നിലനിൽക്കണമെങ്കിൽ നീ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നേരായ മാർഗത്തിൽ സമ്പാദിച്ചു വീട് കെട്ടി ആ വീട് പോകൂല, നിന്റെ കച്ചവടം പോകൂല, നീ നഷ്ടത്തിലാകൂല, നിന്നെ അല്ലാഹ് പട്ടിണിക്കിടൂല, ദാരിദ്ര്യം തരൂല. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താൽ മതി? പറച്ചങ്ങാതിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഒരായത്ത് ഓതണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരട്ടെ. ആയത്ത് വേണോ വേണ്ടേ? വേണം. 11:30 വരെ ഇരിക്കുമല്ലേ? 11:30 പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അവിടെ ഇരിക്കുക. നീ വിചാരിച്ചോ വെറുതെ ഇതൊക്കെ അങ്ങ് നിൽക്കുമെന്ന്? വെറുതെ ഇതൊന്നും നിൽക്കൂല. അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അവസാനം പറഞ്ഞ് സന്തോഷത്തോടെ പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു 3 സ്വലാത്ത് പറ. ചിലരുടെ ശരീരത്ത് ശൈത്താൻ കൂടിയിട്ടുണ്ടെന്ന് പോകട്ടെ. ബിസ്മില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പോരാ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നൊരിക്കൽ പറഞ്ഞു, 4 കാര്യങ്ങൾ ഏതു മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവൻ വല്ലാത്ത ഭാഗ്യവാനാ. 4 കാര്യങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് 4 കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വല്ലാത്ത ഭാഗ്യവാനാ. നമ്മൾ ഭാഗ്യവാനെ കാണുന്നത് വേറെ ചില കാര്യങ്ങൾ നോക്കിയിട്ടാണോ? പണമുള്ളവൻ വല്ലാത്ത ഭാഗ്യവാൻ, ജോലിയുള്ളവൻ വല്ലാത്ത ഭാഗ്യവാൻ, രാഷ്ട്രീയത്തിൽ പിടിപാടുള്ളവൻ വലിയ വല്ലാത്ത ഭാഗ്യവാൻ, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ പ്രവർത്തകനായാൽ ജമാഅത്തിൻ്റെ പരിപാലക സമിതിയിലെ പ്രസിഡന്റ്, ഇതൊക്കെ നമ്മൾ കാണുന്നേ. എങ്കിൽ എൻ്റെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ഏത് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അവൻ വല്ലാത്ത ഭാഗ്യവാനാ. അതിലൊന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാലിഹത്തായ ഒരു ഭാര്യ. സാലിഹത്തായ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് നല്ല ഒരു ഭർത്താവിനെ ലഭിച്ചിട്ടുണ്ടോ? നീ ഭാഗ്യവതിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഭാഗ്യവാൻ ആരെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ സന്താനം. ഖുർആൻ ഓതാൻ അറിയുന്ന ഇതുപോലെയുള്ള മക്കൾ. എൻ്റെ പ്രിയമുള്ളവരെ, അവൻ്റെ വാപ്പയും ഉമ്മയും ഇന്ന് സന്തോഷവാ. എൻ്റെ പൊന്നുമോൻ ഇതുപോലെ ഒരു മകനെ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന, ഖബറിൻ്റെ ചാരത്ത് വന്ന് നെഞ്ചുപൊട്ടിയിട്ട് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു തന്നു, കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട്. മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു, മൂന്നാമത്തെ കാര്യം സ്വന്തമായിട്ടൊരു ഭവനം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തമായൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും വീടിനോട് വല്ലാത്ത ഒരാഗ്രഹമാണ്. ആണായാലും പെണ്ണായാലും എല്ലാവർക്കും വീടിനോടൊരു മോഹം. കാരണം വീടിനോട് ആഗ്രഹമില്ലാത്ത ആരുമില്ല. കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. കാരണം വീടിനോടുള്ള ആഗ്രഹം ഇന്നു മുതൽ തുടങ്ങിയതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനാ നിസ്കരിക്കുന്നേ?
എന്തിനാ ഖുർആൻ ഓതുന്നേ, എന്തിനാ സദക്ക കൊടുക്കുന്നേ, എന്തിനാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നേ? ഇതെല്ലാം ഒരു വീട് കിട്ടുന്നതിന് വേണ്ടിയാ. നമ്മളെല്ലാവരും ഈ കഷ്ടപ്പെടുന്നത് ഒരു വീടിന് വേണ്ടി. ഏത് വീട്? അത് ദുനിയാവിലെ വീടല്ല, അത് നമ്മുടെ തറവാടായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയും, നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയായി കഷ്ടപ്പെടുന്നേ. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തറവാട്. നമ്മുടെ തറവാട്, ആ തറവാട്ടിൽ നിന്നാണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു ഒരു അവസരത്തിൽ ഇറക്കി വിട്ടത്. നമ്മുടെ വാപ്പയും ഉമ്മയും ആ സ്വർഗത്തിലാണ് താമസിച്ച്. അവരവിടെയാണ് സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം കഴിഞ്ഞിരുന്നത്. ആ സ്വർഗത്തിൽ നിന്നാണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു പുറത്താക്കിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ, ആ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് മുഴുവനും നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാ നമ്മൾ വീട് കെട്ടുന്നത്? വീട് കൊണ്ടുള്ള പ്രയോജനം എന്താ? വീട് കൊണ്ടുള്ള പ്രയോജനം എന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വീടിനെ കുറിച്ച് പറഞ്ഞത്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വീടെന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്ന ഒരിടമാണ്. വീടെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം നൽകുന്ന ഒരിടമാണ് നമ്മുടെ വീട്. എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാകട്ടെ, എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും, യാത്ര ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും, ഇല്ല ഇനി അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോകുന്ന മനുഷ്യനാണെങ്കിലും, ആ മനുഷ്യൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അള്ളാഹുവെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ. എൻ്റെ പ്രിയമുള്ളവരെ, കാരണം വീട് സമാധാനം തരുന്നതാണ്. എല്ലാവരും പറയും, എത്ര തിരക്കുള്ളവരാണെങ്കിലും ഞാനും വയല് കഴിയും, ശനിയാഴ്ച ഇറങ്ങും, വ്യാഴാഴ്ച വന്ന് വീട്ടിൽ ചെന്നാൽ സമാധാനം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ വീട് സമാധാനം തരുന്ന ഒരിടമാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും വീടുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സമാധാനം തരുന്നത് 2 നിലയുള്ള ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ചിരിക്കുന്ന വീടാ. എ സി റൂം, അള്ളാഹുവെ പടച്ചവനെ, മനോഹരമായ ലൈറ്റുകൾ, അള്ളാഹുവെ പടച്ചവനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റുകൾ, എൻ്റെ പ്രിയമുള്ളവരെ നല്ല ഗാർഡൻ, വീടിൻ്റെ മുന്നിൽ മനോഹരമായ വാഹനങ്ങൾ, പടച്ചവനെ ചൈനയിൽ പോയി നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഫർണിച്ചറുകൾ, ഇതെല്ലാം ഇങ്ങനെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷേ നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല. കിടക്കാൻ വീടുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നില്ല. അതിൻ്റെ കാരണമെന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കും. ആ 2 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന്, അള്ളാഹു അവന് വീട് വെക്കാൻ മോഹം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ, വീട് വെച്ച് മുടിയും എന്നാണ് അതിനർത്ഥം. കല്ലിനോടും മണ്ണിനോടുമുള്ള ആഗ്രഹം അള്ളാഹു കൊടുക്കും, വീട് പണിയാനുള്ള മോഹം കൊടുക്കും. എത്ര പേരുണ്ടെന്നറിയ, എത്ര കൊല്ലമെടുക്കുന്നൊരു വീട് പണിയാൻ. അവങ്ങനെ വീട് വെച്ച് തൻ്റെ സമ്പാദ്യം മുഴുവനും വീട് വെക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു. ചിലർ ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ട് മുടിയ, അങ്ങനെയുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമായി ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി അവസാനം ആ വീട്ടിലേക്ക് താമസം കയറുന്നതിൻ്റെ തലേ ദിവസം മരിച്ചുപോയ എത്ര പേരെ നമുക്കറിയാം. അവസാനം നാട്ടുകാരും കുടുംബക്കാരും വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് തൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുടുംബക്കാർ പറയുന്നു, സ്വന്തമായി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, 1 മിനിറ്റെങ്കിലും ആ വീടിൻ്റെ അകത്ത് ആ ജനാസയൊന്ന് കയറ്റി വെച്ചിട്ട് പോകും. ഇതുപോലെ വളരെ മനസ്സിന് വല്ലാത്ത വേദനകൾ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നവരാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്കൊരു തറവാടുണ്ടായിരുന്നു നബിയെ, എനിക്കൊരു വീടുണ്ടായിരുന്നു നബിയെ.
അവിടെ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കൂടപ്പുറപ്പും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ച്. നല്ല പണമുണ്ട്, നല്ല കച്ചവടമുണ്ട്, എല്ലാവർക്കും ആരോഗ്യമുണ്ട്, എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞത്. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ സ്വന്തമായിട്ടും മറ്റൊരു വീട് വെച്ചു. ഞാൻ ആ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി കടന്നു ചെന്നു. നബിയേ, ഞാനവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമായി. എൻ്റെ മക്കളും മരിച്ചു നബിയെ. എൻ്റെ മക്കൾ ആ വീട്ടിൽ പോയതിന് ശേഷം മരിച്ചുപോയി നബിയെ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കൊക്കെ വല്ലാത്ത രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നബിയെ മാനസികമായി വല്ലാതെ തകർന്നുപോയി. എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ആ വീട് ഒഴിവാക്കാനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നിനക്ക് ആ വീട് ചേർന്നതല്ല, നീ അത് ഒഴിവാക്കാനാ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ കാരണം എന്തെന്നറിയുമോ? നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നില്ല. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലില്ല. പിന്നെ അവിടെ ആരാ ഉള്ളത്? ശൈത്താനും അവൻ്റെ മക്കളുമാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് താമസിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ടിട്ട് അവിടെ മലക്കുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില സ്ഥലങ്ങളിൽ, ചില ഭൂമികളിൽ, ചില വീടുകളിൽ ശൈത്താൻ ഉണ്ടെന്ന കാരണം ഹദീസിൽ കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, വല്ലാത്ത ക്ഷീണം നബിയെ, നമുക്കൊന്ന് കിടന്നുറങ്ങാം. ഒരല്പസമയം കിടന്നുറങ്ങിയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. പ്രവാചകൻ അനുവാദം കൊടുത്തു. എല്ലാ സ്വഹാബികളും നബിയും എല്ലാവരും കൂടെ ഒരു ഭാഗത്ത് അവരവർ കടന്നൊരു ഭൂമിയിൽ കിടന്നുറങ്ങി. അവസാനം എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. സ്വഹാബ, എന്തേ സഹാബ, എഴുന്നേക്ക് സഹാബ. പ്രവാചകൻ വല്ലാത്ത പരിഭ്രമത്തോടെ. കാരണം എന്തെന്നറിയോ? സുബഹി നമസ്കാരം ഖളാ ആയിപ്പോയി. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ്റെയും സ്വഹാബാക്കളുടെയും സുബഹി നമസ്കാരം ഖളാ. എല്ലാവരും ഉറങ്ങി. ബിലാൽ തങ്ങളോട് ചോദിച്ചു, എന്തേ ബിലാലെ വിളിക്കാഞ്ഞേ? നബിയെ, എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങിപ്പോയി നബിയെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാവരും വാഹനത്തിൽ കയറാൻ. പെട്ടെന്ന് വാഹനത്തിൽ കയറാൻ ധൃതി കാണിച്ചു. എല്ലാവരും കയറാൻ പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും വാഹനത്തിൽ കയറി. എല്ലാവരും അവിടെ നിന്ന് യാത്ര പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തേ എല്ലാവരും പെട്ടെന്ന് പോകാൻ പറഞ്ഞത്? ഇത്രയും ധൃതി കാണിച്ച് ഓടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, നമ്മളിൽ എല്ലാവരും സുബഹി ഖളാ ആക്കിയിട്ട് ഉറങ്ങിയെങ്കിൽ ആ ഭൂമിക്ക് എന്തോ പ്രശ്നമുണ്ട്, അവിടെ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും നമുക്ക് വേണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ അകത്ത് ഒരു രാത്രിയെങ്കിലും സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ടത്? അതുകൊണ്ട് സഹോദര, റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം. അവിടെ കഴിഞ്ഞുകൂടുന്ന ശൈത്താന്മാരെ മുഴുവനും ഇന്നത്തെ ദിവസത്തോടുകൂടി അടിച്ചു പുറത്താക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ അടിച്ചു പുറത്താക്കാനുള്ള വഴി എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ തുടങ്ങല്ലേ. വീടിൻ്റെ അകത്തും നിൻ്റെ ശരീരത്തും കൂടിയിരിക്കുന്ന ശൈത്താനെ ഇന്ന് പുറത്താക്കല്ലേ? അതോ കെട്ടിപ്പിടിക്കുക? അവനെ പുറത്താക്കിയിട്ട് മലക്കുകളെ ഇറക്കുന്നോ, അതോ മലക്കിനെ പുറത്താക്കിയിട്ട് ശൈത്താൻ്റെ കൂടെ കൂടുന്നോ? എന്ത് വേണം? പറ മനുഷ്യന്മാരെ, എന്ത് വേണം? റഹ്മത്തിൻ്റെ മലക്ക് വേണോ, ശൈത്താൻ വേണോ? എന്ത് വേണം? പറ ചങ്ങായിമാരെ, മലക്കുകളെ വേണോ, ശൈത്താനെ വേണോ? ഉറക്കപ്പറ, നിൻ്റെ നാവ് കൊണ്ടെന്ന് കേൾക്കട്ടെ. ഉറക്കപ്പറ. മലക്കുകളെ വേണം. താല്പര്യമുള്ളവർ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ്. എല്ലാം ഇറക്കാൻ തയ്യാറായിക്കോ. ഇന്നിറങ്ങി ഓടും. ഈ പറയുന്ന കാര്യങ്ങളെങ്ങാണം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിൻ്റെ വീടിൻ്റെ മുകളിൽ ശൈത്താൻ കയറിയിരിക്കും. വാപ്പ ശൈത്താൻ വീടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടൊരു വയൽ നടത്തും. മക്കളെ, ഇന്ന് വരെ ഇവിടെ കൂടിയതൊക്കെ കഴിഞ്ഞ് മക്കളെ, ഇനി ഇവിടെ താമസമില്ലടാ, ഓടി രക്ഷപ്പെട്ടോ. ശൈത്താൻ തൻ്റെ മക്കളോട് പറയാ, ഇത്രയും നാളും കഴിഞ്ഞു, സന്തോഷമായിരുന്നു, പക്ഷേ ഇനി ഇവിടെ സ്ഥാനമില്ല. ഇവിടെ അള്ളാൻ്റെ മലക്കുകൾ വന്നു തുടങ്ങി, ഇവിടെ ആൾതാമസം തുടങ്ങി. ഇത്രയും നാൾ ഇവിടെ ശവമായിരുന്നു,
ഈ വീടിൻ്റെ അകത്ത് കഴിഞ്ഞതൊക്കെ മനുഷ്യനൊന്നും ആയിരുന്നില്ല, എല്ലാം മരിച്ച ശവം പോലെയായിരുന്നു. പക്ഷേ ഇവിടെ താമസം തുടങ്ങി, ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നു തുടങ്ങി. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ, അടുത്ത വീട് നോക്കിക്കോ എന്ന് ശൈത്താൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ, ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീടുകൾ തിളങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ചില വീടുകൾ ഇങ്ങനെ തിളങ്ങുകയാണ്, മലക്കുകൾ കാണുകയാണ്. ആ മലക്കുകൾ ആ വീട്ടിലേക്ക് വന്നു പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മാലാഖമാർ ഇറങ്ങി വരണോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണോ, അതിൻ്റെ കാരണം എന്തെന്നറിയുമോ, അതിന് ചെയ്യേണ്ടതെന്തെന്നറിയുമോ? അള്ളാഹുവേ, നമ്മുടെ വീട് മലക്കിന് കാണുന്ന രീതിയിൽ നമ്മുടെ വീടിനെ നമ്മൾ അലങ്കരിക്കലാണ്, നമ്മുടെ വീടിനെ നമ്മൾ പ്രകാശിക്കലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു വീട് അലങ്കരിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ പള്ളികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ലോകത്തുള്ള കഅബാലയം മുതൽ പടച്ചവനെ ഈ നാട്ടിലെ ചെറിയ ഒരു പള്ളിയാകട്ടെ, എല്ലാ പള്ളികളും അള്ളാഹുവിൻ്റെ വീട് തന്നെയാണ്. ഈ വീടുകൾ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത്? അത് AC വെച്ചിട്ടല്ല, ലൈറ്റ് വെച്ചിട്ടല്ല. അള്ളാഹുവിൻ്റെ പള്ളികൾ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? അത് ഇബാദത്ത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഭവനം എങ്ങനെയാണ് അലങ്കരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വീട് അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ള മുസ്ലിമേ, നമ്മുടെ വീടും അലങ്കരിക്കേണ്ടത് എന്തുകൊണ്ടെന്നറിയുമോ? അതാ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില വീടുകൾ കാണുകയാണ്. ആ വീട് തേടിയിട്ട് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അങ്ങനെ പ്രകാശിക്കുന്ന ഒന്നാമത്തെ വീടേതാ? മുത്തുനബി പറയുന്ന സ്വഹാബാ, അത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഏത് വീടിൻ്റെ അകത്താണോ നമസ്കരിക്കുന്നത്, ഏത് വീടിൻ്റെ അകത്താണോ നമസ്കാരമുള്ളത്, ആ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പഠിച്ചോ, നിന്റെ നാശത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്താ? നിനക്ക് സമാധാനമില്ലാത്തതിൻ്റെ, നിനക്ക് സന്തോഷമില്ലാത്തതിൻ്റെ, എല്ലാം കിട്ടിയിട്ട് പടച്ചവനെ നിന്റെ ജീവിതം ഇങ്ങനെയാകാറുള്ള കാരണമെന്താ? നിന്റെ കച്ചവടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകാറുള്ള കാരണമെന്താ? എത്ര ഉണ്ടാക്കിയിട്ടും ഒന്നും തികയാത്തതിൻ്റെ കാരണമെന്താ? എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ വീടിൻ്റെ അകത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാത്തത് കൊണ്ടാ, അള്ളാനെ നിന്റെ വീടിൻ്റെ അകത്ത് ഓർക്കാത്തത് കൊണ്ടാ. നമസ്കാരം നമ്മുടെ വീട്ടിലില്ലല്ലോ. പടച്ചവനെ എത്ര പേരാണ് നമസ്കരിക്കുന്നത്? ആണുങ്ങൾക്ക് വീട്ടിലെ ജമാഅത്തില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണുങ്ങളെ വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്. വീട്ടിലെവിടെയാ നിസ്കരിക്കേണ്ടതെന്നറിയുമോ? അത് വീടിൻ്റെ ഉള്ളറയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് നിസ്കാരമില്ലാതെ വന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളായി, പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി, വല്ലാത്ത ദുഃഖമായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ
നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ കച്ചവടം ലാഭത്തിലാകണോ, നിനക്ക് വീട് വേണോ, നിനക്ക് ആഹാരം വേണോ, നിന്റെ പ്രയാസങ്ങൾ മാറണോ, നിന്റെ രോഗങ്ങൾ മാറണോ, നിന്റെ ദുഃഖങ്ങൾ മാറണോ, നിനക്ക് സമാധാനം വേണോ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ 5 നേരം നിസ്കരിച്ചാൽ അള്ളാഹു നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എത്ര വലിയ വേദനയാണെങ്കിലും മാറാൻ, എത്ര വലിയ വേദനയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ അതാ യാത്രയിലാണ്. അപ്പോഴാണ് അറിയുന്നത് തൻ്റെ സഹോദരൻ മരണപ്പെട്ടു പോയി, തൻ്റെ കൂടപ്പിറപ്പ് മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. സ്വന്തം സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ്. ആർക്കാണ് താങ്ങാൻ കഴിയുക? സ്നേഹമുള്ളവന് താങ്ങാൻ കഴിയില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ തൻ്റെ കുതിരയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. അതാ 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് തൻ്റെ കൂടെ വന്നവരോട് പറഞ്ഞു, നമുക്ക് യാത്ര തുടങ്ങാം. എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാ ഇത് പറയാൻ കഴിയുന്നത്? സ്വന്തം കൂടപ്പിറപ്പ് മരണപ്പെട്ടിരിക്കുന്ന വേദന എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, നമസ്കാരം എല്ലാ ദുഃഖത്തിനുമുള്ള പരിഹാരമാ, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ, എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാ. നിസ്കാരമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും സുബഹിക്ക് പള്ളിയിൽ പോകുന്നവരാ. ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ പലരും നിസ്കരിക്കുന്നവരാ. നിങ്ങൾ നിസ്കരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന വാപ്പാ, നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭർത്താവിനെന്നറിയോ? രാവിലെ സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു, നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റു, ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി, എന്നിട്ട് ബാത്റൂമിൽ പോയി നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് ഒളുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ ഭാര്യ അതേപോലെ അവിടെ കിടന്നുറങ്ങുകയാണ്. കിടപ്പറയിൽ എഴുന്നേക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒളുവെടുത്തിട്ട് നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തിന്റെ തുള്ളികളുണ്ടല്ലോ, ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയുന്ന മനുഷ്യര് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, വാപ്പാ നീ നിന്റെ ഭാര്യയെ വിളിക്കൂല. പെണ്ണെ, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന പെണ്ണ്, സുബഹി നിസ്കരിക്കുന്ന പെണ്ണ്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറയുവോ? ഉസ്താദേ, ജീവിതത്തിലെ സമാധാനമില്ല, കണ്ണീരാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പൊന്നുമോള്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും ചോദിക്കട്ടെ, നീ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, നീ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, നീ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. പക്ഷേ അടുത്ത റൂമിൽ കിടക്കുന്ന നിന്റെ പൊന്നുമോളെ നിസ്കരിക്കാൻ നീ വിളിക്കുവോ? എൻ്റെ വാപ്പയോട് ചോദിക്കുകയാ, വാപ്പാ 18 19 വയസ്സുള്ള നിന്റെ പൊന്നാര മക്കള് അടുത്ത റൂമിലല്ലേ കിടക്കുന്നത്? എടാ, എഴുന്നേറ്റ് എൻ്റെ കൂടെ പള്ളിയിൽ വാ എന്ന് പറയാ നിന്നെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവേ, പടച്ചവനെ, പല മാതാപിതാക്കളും കരുതിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നാണ്. വിവാഹം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നാ. ഇല്ല വാപ്പാ, ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കല്ലേ, നിന്റെ ബാധ്യത തീരൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. തന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. എന്നാലും അല്ലാഹുവേ, മുത്തുനബി ഫാത്തിമ ബീവിയുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അലിയാർ തങ്ങളുടെ കൂടെ റൂമിന്റെ അകത്ത് കിടക്കുന്ന പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് വിളിക്കുന്നു, മോളെ ഫാത്തിമ, എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. സുബഹി നിസ്കരിക്കാനല്ല വിളിച്ചത്, തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ നിന്നെ കൊണ്ട് കഴിയുമോ ബാപ്പാ? 19 വയസ്സുള്ള പൊന്നുമോള് ഭർത്താവിന്റെ കൂടെ അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട്. നിനക്കൊന്ന് ചെന്നിട്ട് വാതിലിലൊന്ന് മുട്ടിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കും മക്കളെ. പറയാ നിനക്ക് സമയമില്ലല്ലോ. എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പയാ, കഴിയുവോ പൊന്നുമോള്? നീ മാത്രം നിസ്കരിച്ചാ പോരാ. അല്ല പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാ മതിയോ? അല്ല ഖുർആനിൽ എന്താ പറഞ്ഞത്? എന്തേ പറഞ്ഞത്? അവിടെന്ന് പറഞ്ഞു, കൂ അംഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. അല്ല ഖുർആനിൽ പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഖുർആൻ പറയുമ്പോ സ്വന്തം മക്കളും ഭാര്യയും വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അവരെ വിളിച്ചുണർത്തി പള്ളിയിൽ, ആൺമക്കളെ പള്ളിയിൽ കൊണ്ടുപോകാത്ത വാപ്പാ, തന്റെ പൊന്നാര മകളെ അടുത്ത റൂമിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോ അവരെ വിളിച്ചുണർത്താതെ സ്വന്തമായിട്ട് സുബഹി നിസ്കരിക്കുന്ന ഉമ്മ, നിന്നെ അല്ല വെറുതെ വിടൂല. നീ ആരെന്നറിയോ? സ്വന്തം മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാതെ പടച്ചവനെ രോഗം പിടിച്ചിട്ടും നീ നടന്ന് പള്ളിയിൽ പോകുമല്ലോ. സ്വന്തം മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാത്ത വാപ്പാ, നീ ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവന് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിനക്ക് തടമുണ്ടെങ്കിലും, നിനക്ക് താടിയുണ്ടെങ്കിലും, നീ ഇമാമാണെങ്കിലും, നീ പ്രവാചകനാണെങ്കിലും, നീ ഹജ്ജ് ചെയ്തവനാണെങ്കിലും, നീ പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും, അല്ലാഹുവേ ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹിമിട്ട് കുത്തിക്കൊണ്ട് നടക്കുന്നവളാണെങ്കിലും, നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല, അല്ലാഹു നിന്റെ മുഖത്ത് നോക്കൂല, അല്ല നിന്നെ കണ്ട പരിചയം പോലും കാണിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? ഒരു ഉമ്മ എങ്ങനെയാകണമെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല വാപ്പയെ ഞാൻ പറഞ്ഞു തരാ. ആ വാപ്പ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ പണ്ട് ഉമറിനെ കാണിച്ചിട്ട് വീടിൻ്റെ അകത്ത് കിടക്കുന്ന കൊച്ചുമക്കളോട് പറയുമായിരുന്നു, ഭക്ഷണം കഴിക്കാത്ത മക്കളോട്, ഉറങ്ങാത്ത മക്കളോട്, എടാ ഉമർ വരുന്നുണ്ട് ഉറങ്ങിക്കോ എന്ന് പറയുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പേടിച്ച് ഉറങ്ങുമായിരുന്നു. ആ ഉമറുണ്ടല്ലോ, ആരാ ഉമറാരാ? എൻ്റെ പ്രിയമുള്ളവരെ, ഉമർ ലോകത്ത് ഇബ്ലീസിന് ഒരാളെയേ പേടിയുള്ളൂ. അതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ശൈത്താൻ വരില്ലായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നടാ ചെറുപ്പക്കാരാ, അത്രയ്ക്കും പേടിയായിരുന്നു. ഉമറിന്റെ ഈമാൻ അറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖബറിന്റെ അകത്ത് നടക്കുന്ന രംഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യന്റെ ജനാസ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചാൽ 2 മലക്കുകൾ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. മൻ റബ്ബുക, മൻ
മദീനുക മന്നിമാമുക. ഖബറിന്റെ അകത്ത് വന്നിട്ട് മലക്കുകൾ ചോദ്യം ചോദിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, എന്നോടെങ്ങാണം മലക്കുകള്. ഉമർ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യന്റെ ജനാസ ഖബറിൽ കൊണ്ടുവച്ചാ ഖബറിന്റെ അകത്ത് വരുന്ന മലക്ക് ഒന്നാമത് ചോദിക്കും, നിന്റെ റബ്ബാരാ? ഉമർ തങ്ങൾ പറഞ്ഞു എന്തെന്നറിയോ? എന്നോടെങ്ങാണം മുൻകർ നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ എന്നോട് നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ റബ്ബാരാ? ആ റബ്ബ് തന്നെയാ എൻ്റെ റബ്ബെന്ന് ഞാൻ പറയും. നിങ്ങൾ ചിന്തിക്കണം, ആരാ പറഞ്ഞേ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നബിയോട് പറയാ, എൻ്റെ അടുക്ക ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്കുകളോട് ഞാൻ തിരിച്ചു പറയും, നിങ്ങളുടെ റബ്ബ് തന്നെയാ എൻ്റെ റബ്ബ്. ഞാൻ പറയും, അത്രയ്ക്കും ധൈര്യശാലിയാ. ഇബ്ലീസ് വരൂല, ഉമർ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് വരില്ല, അത്രയ്ക്കും പേടിയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മക്കളുടെ റൂമിൻ്റെ മുന്നിൽ പോകും. പഠിച്ചോ പെങ്ങളെ, നിനക്കതിനുള്ള ധൈര്യമില്ല, നിനക്കതിനുള്ള ധൈര്യമില്ല. 12 വയസ്സുള്ള മകൻ്റെ അടുത്ത് പോയിട്ടിടാ നിസ്കരിക്കടാ എന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ല, നിനക്കതിനുള്ള വോയിസും ഇല്ല. കാരണം നീ നിസ്കരിക്കുന്നത് ഇന്നുവരെ മക്കൾ കണ്ടിട്ടില്ല. പിന്നെങ്ങനെ? നീ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. വാപ്പ സുബഹി നിസ്കരിക്കാതെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നീ ആദ്യം ചെയ്ത് കാണിക്ക്, നിനക്കതിനുള്ള അവകാശമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കളുടെ റൂമിൻ്റെ മുന്നിൽ ചെന്നിട്ട് വിളിക്കും, മക്കളെ, സുബഹിക്ക് പള്ളിയിൽ പോകാൻ സമയമായി, മക്കളെ എഴുന്നേക്ക്. സുബഹിക്ക് പള്ളിയിൽ പോകാൻ സമയമായി, മക്കളെ എഴുന്നേക്ക്. തൻ്റെ മക്കൾ ഉറങ്ങും, തൻ്റെ മക്കൾ ഉണരാതിരുന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കളുടെ റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് ഖുർആനിൽ 2 ആയത്ത് ഓതുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ആയത്ത് നിസ്കരിക്കാൻ പാടാ എന്ന് വിളിക്കുമ്പോൾ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന മക്കളുടെ മുന്നിൽ ഈ ആയത്ത് ഓതി കൊടുക്കണം. ഈ ആയത്ത് നിസ്കരിക്കാതെ വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് ഈ ഖുർആനിലെ ആയത്ത് നാളെ സുബഹി മുതൽ ഭർത്താവ് ഓതിക്കോണം. പെങ്ങളെ, നീ പഠിച്ചോ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന നിന്റെ ഭർത്താവ് ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ട് കിടക്കുന്നവനാ. ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ടാണ് കിടക്കണ സുബഹി നിസ്കരിക്കാത്തവൻ. പരീക്ഷ എഴുതാൻ മക്കൾ കാത്തിരിക്കുകയാണ്. അള്ളാഹു നല്ല വിജയം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല വിജയം കൊടുക്കുമാറാകട്ടെ. 10 A+ സ്വപ്നം കാണുന്ന മക്കളെ, പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, സുബഹി നിസ്കരിക്കാതെ നീ അങ്ങോട്ട് പോകണ്ട, ഒരു പ്രയോജനവുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുബഹി നിസ്കരിക്കാതെ ഒരെണ്ണവും പരീക്ഷയ്ക്ക് പോകണ്ട. ഇനിയിപ്പോൾ അശുദ്ധിയുള്ള പെണ്ണുങ്ങൾ വേറെ. നിസ്കാരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹി നിസ്കരിക്കാതെ നീ പോയിട്ടുണ്ടെങ്കിൽ A+ നിൻ്റെ അടുത്തിരിക്കുന്നവർക്ക് കിട്ടും, നിനക്ക് B+ ആയിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം എന്തേ? ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ അമ്പലം കാണുമ്പോൾ ദൈവമേ രക്ഷപ്പെടുത്തണേ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്തുമത വിശ്വാസികളായ പെൺകുട്ടികൾ അവരുടെ പള്ളി കാണുമ്പോൾ ഇങ്ങനെ ഈശ്വരാന്നൊക്കെ വിളിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കുരിശൊക്കെ വരയ്ക്കും. നമുക്ക് പിന്നെ ഇങ്ങനെ വരയൊന്നുമില്ലല്ലോ. അവരങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദൈവത്തെ ഓർത്തിട്ടാ പോണേ. നമ്മുടെ മക്കളോ 7 മണി വരെ സുഖിച്ച് കിടന്നുറങ്ങും. എഴുന്നേക്കടാ, പരീക്ഷയടാ ഇന്ന്. വാപ്പ വിളിക്കും, ഉമ്മ വിളിക്കും, ചാടി എഴുന്നേറ്റ് ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ട് പോവാ. നീ എങ്ങനെ ജയിക്കാനാ? അവരുടെ ദൈവത്തിന് നന്ദി കാണിച്ചു, നീ അതുമില്ല. നീ പോയി A+ മേടിക്കാൻ പൊക്കോ. റസൂലുള്ള പറഞ്ഞു, സുബഹി നിസ്കരിക്കാത്ത ദിവസം ഒന്നും ചെയ്യണ്ട, അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും നിന്റെ വീടിന് കുറ്റിയടിച്ചതാരാ? ഒന്ന് ആലോചിക്കേ. നിന്റെ വീടിന് കുറ്റിയടിച്ചതാരാ? നിന്റെ വീടിന് കല്ലിട്ടതാരാ? എൻ്റെ സഹോദരൻ, അങ്ങനല്ലേ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, കച്ചവടമൊക്കെ എന്തിനാ? ഒരു കട തുടങ്ങുന്നത് നിനക്ക് ജീവിക്കാനല്ലേ, നിനക്ക് രക്ഷപ്പെടാനല്ലേ ഒരു കട തുടങ്ങുന്നേ. നീ മന്ത്രിയെ വിളിച്ചോ, MLA വിളിച്ചോ, MP വിളിച്ചോ, മെമ്പറെ വിളിച്ചോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചോ, ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. പക്ഷേ നിന്റെ കടയ്ക്കകത്ത് ആദ്യം കയറേണ്ടുന്നവൻ സുബഹി നിസ്കരിച്ചവനായിരിക്കണം. നീ ആരെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്നോടെങ്കിലും പറയുക, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആയിരിക്കണം സുബഹി നിസ്കരിച്ചിട്ട് ആദ്യം കയറേണ്ടത്. അല്ലാതെ സുബഹി നിസ്കരിക്കാത്തവനെ കൊണ്ട് നിന്റെ കട തുടങ്ങിയ
മോനെ, അള്ളാഹു അതിൽ ബർക്കത്ത് നൽകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഭാര്യയും, എല്ലാ ഭർത്താവും, എല്ലാ മാതാപിതാക്കളും നാളെ സുബഹി മുതൽ ഉറങ്ങുന്ന മക്കളുടെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത ഭർത്താവിൻ്റെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത ഭാര്യയുടെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത കൂടപ്പുറപ്പിൻ്റെ മുന്നിൽ പോയി ഖുർആനിലെ 2 ആയത്ത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ വീടിൻ്റെ റൂമിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് തൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ എഴുന്നേക്ക്, പള്ളിയിൽ പോകാൻ, നമസ്കരിക്കാൻ സമയമായി, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സമയമായി. എഴുന്നേക്കു മക്കളെ, നമസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിൻ്റെ അകത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വാടാ മോനെ, എഴുന്നേറ്റ് നിസ്കരിക്കടാ പൊന്നുമോനെ. നമസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളയാ പറഞ്ഞത്. സൂറത്തു താഹ എടുത്തു നോക്ക്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു താഹ. ആ സൂറത്തു താഹയുടെ 132 ആയത്തെടുത്തിട്ട് ഓതി നോക്ക്. അള്ളാഹുവാ പറയുന്നത്, നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ നസ്അലുക റിസ്കാ. ഒരു വാപ്പ തൻ്റെ പൊന്നാര മക്കളോട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അവിടെ നിന്ന് പറയുന്നു, ഭക്ഷണം തരുന്നവനല്ലയാ, റിസ്ക് തരുന്നവനല്ലയാ. മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. മരിക്കുന്ന കാലം വരെ നിനക്കല്ലാഹു അന്നം തരും മോനെ. പടച്ചവനെ, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വാപ്പാ നീ ഭയപ്പെടണ്ട, നിന്റെ മക്കൾ പട്ടിണിയാകുമെന്ന് നീ പേടിക്കണ്ട, തിന്നാ ഭക്ഷണം കിട്ടില്ല എന്ന് ഭയപ്പെടണ്ട, മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഗതി വരുമെന്ന് നീ പേടിക്കണ്ട. അള്ളാഹുവാണ് പറഞ്ഞത്, മോനെ നിസ്കരിച്ച ആഹാരം ഞാൻ തരാ, ഞാനാ നിനക്ക് ഭക്ഷണം തരുന്നത്. നീ കിടന്ന് രാപ്പകലുകൾ കിടന്ന് നെട്ടോട്ടമോടണ്ട, നീ ടെൻഷൻ അടിക്കണ്ട, നീ ഒരുപാട് കഷ്ടപ്പെടണ്ട. മോനെ, നിന്റെ വാകീറിയത് ഞാനാണ്, നിനക്ക് കടിക്കാനുള്ള ഭക്ഷണം തരുന്നവൻ ഞാനാണ്. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ വന്ന് ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പടച്ചറപ്പ് പറയുമ്പോ, പെങ്ങളെ പഠിക്കാൻ തയ്യാറാകും, പെങ്ങളെ പേടിക്കല്ലേ പൊന്നുമോളെ. അള്ളയാ പറഞ്ഞത്, മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു റിസ്ക് തരും, കഴിക്കാനുള്ള ഭക്ഷണം അള്ള ഏറ്റെടുത്തിരിക്കുകയാ. നീ ചെയ്യേണ്ടത് തലകുത്തി നിൽക്കണ്ട. 5 നേരം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ എന്ത് ജോലിയാകട്ടെ, എന്ത് ജോലിയാകട്ടെ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് നിനക്ക് കൈകാലുകളും കഴുകിയിട്ട്, മീൻ വെട്ടിയാൽ കുളിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോൾ കരിപറ്റി എന്ന് പറഞ്ഞ് കുളിക്കണമെന്നില്ലല്ലോ. അതാ നിന്റെ ശരീരത്തിൽ വിയർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ നിസ്കാരം നീട്ടിവെക്കരുത്. കാരണം നിസ്കാരം തടയുന്ന കാര്യമല്ല വിയർപ്പ്. എൻ്റെ പെങ്ങളോട് പറയുകയാ, ളുഹർ അസർ വരെ നീ നീട്ടല്ലേ മോളെ. ളുഹറിന് ബാങ്ക് വിളിച്ചാൽ പെട്ടെന്ന് കൈകാലുകൾ കഴുകിയിട്ട് പടച്ചറബിന്റെ മുന്നിൽ ചെന്നിട്ട് നീ അങ്ങ് സുജൂദ് ചെയ്താൽ മരിക്കുന്ന കാലം വരെ അല്ല നിന്നെ പട്ടിണിക്കിടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. മുത്തുനബി എവിടെ നിന്നത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, മോളെ പേടിക്കണ്ട, ഒരിക്കലും നീ ഭയപ്പെടണ്ട. അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും നോക്കുമ്പോൾ മുഖം വല്ലാതെ പ്രകാശിക്കുന്നു. പടച്ചവനെ, താടിയെല്ലാം നരച്ചിരിക്കുന്നു, കാണാനും തഴകുന്നറിയോ.
പള്ളി മുഴുവനും സുഗന്ധമാ. അവസാനം അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ചോദിച്ചു, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നല്ലോ, അതാരാ അതാരാ? അവിടെ നിന്ന് തങ്ങൾ പറയും, ഞാൻ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കാണാറില്ല. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, അതാരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ആരെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാം സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ നടന്നു പോയപ്പോ അല്ലാഹുവേ ഖിളിർ നബിയെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ആ സ്വഹാബിയാട് അവസാനം മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്ത് വന്ന് നിന്നിട്ട് ഖിദ്മത്ത് ചെയ്യുകയാണ്. കാരണം ഭർത്താവ് പോകുകയാ. അവസാനം അവിടുന്ന് യാത്ര പറഞ്ഞു, അവിടുന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് മഹാനവറുകൾ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, ഞാൻ പോകുകയാ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടുകാര് വരുന്നു, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരുന്നു. അതുകൊണ്ട് നീയൊന്ന് വീടിൻ്റെ വെളിയിലിറങ്ങുമോ? ഒരു ഭർത്താവ് മരിക്കുന്ന സമയം ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ വീടിൻ്റെ വെളിയിലിറങ്ങ്. ഭാര്യ വീടിൻ്റെ വെളിയിലിറക്കി. സുബ്ഹാനല്ലാഹ്. അതാ അവിടെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് സംസാരം കേൾക്കുകയാ. ഭർത്താവ് ആരോടോ റൂമിൻ്റെ അകത്ത് കിടന്ന് സംസാരിക്കുകയാണ്. പടച്ചവനേ, ഭാര്യ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കുമ്പോ അല്ലാഹുവേ, വീടിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്, വീടിൻ്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. അവസാനമല്ലാ ഭാര്യ നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് ഖുർആനിലെ ഒരായത്തോതിയിട്ട് അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു ആയത്തോതിയിട്ട് പിന്നെ വീടിൻ്റെ അകത്ത് ശബ്ദമില്ല. ഭാര്യ ചെന്ന് നോക്കുമ്പോ റൂമിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാ. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ചിരിച്ചുകൊണ്ട് കിടക്കുന്ന വാപ്പാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളാരും നിസ്കരിച്ചത് വെറുതെയല്ല, നിങ്ങളാരും പള്ളിയിൽ പോയത് വെറുതെയല്ല. പെങ്ങളെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് അല്ലാഹ് വഅബ്ശിറൂ ബിൽ ജന്ന, നിനക്ക് സ്വർഗം കാണിച്ചു തരും ഉമ്മ, അത് കണ്ടിട്ടേ നീ മരിക്കും ഉമ്മ. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് മക്കളോട് പറയുന്നു, മോനെ എഴുന്നേക്കടാ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത്? മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു അന്നം മുടക്കൂല. പടച്ച റബ്ബ് നിനക്ക് റിസ്ക് തരും മോനെ. 2, അല്ലാഹു നിനക്ക് നല്ല മരണം തരും പൊന്നുമോനെ. ഉറങ്ങുന്നവനോട് മോനെ എഴുന്നേക്കടാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരും മോനെ എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാത്ത മകനുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിസ്കരിച്ചാൽ അല്ലാഹു നല്ല മരണം തരും. 3, നിന്റെ ജനാസ മലക്ക് കബറടക്കും മനുഷ്യ. ചുമന്നിയെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവേ, മനുഷ്യര് മാത്രമല്ല ആ കൂട്ടത്തിൽ മലക്കുകളും കടന്നു വരികയാണ്. 4ാമത്തെ പ്രതിഫലമെന്താ? ഒരു വാപ്പ തൻ്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുത്ത 4ാമത്തെ കാര്യം എന്താണ്? മൈക്ക് സെറ്റ് ചതിച്ചാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും പറയില്ല. പാവപ്പെട്ടവന് ജീവിക്കാനായിരിക്കണേ, ഞാൻ ആരുടെ അന്നം മുടക്കണ ആളല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മൈക്ക് ശബ്ദം അടഞ്ഞു പോയാൽ പിന്നെ നമ്മളിപ്പോൾ പറയും, ആ മൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരാതിയാണ്. മൈക്ക് സെറ്റിന് പിന്നെ പൈസ എന്ന് പറയും. പാവപ്പെട്ട നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. ആൾക്കാരങ്ങനെ ഈ ശബ്ദം അടഞ്ഞു പോയി നാളത്തെ സംഘാടകരെ വിളിച്ചിട്ട്
തൊണ്ട അടഞ്ഞു പോയി വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കബറി കിടക്കണ വാപ്പായെ പോലും അമാര് വെറുതെ വിടൂല. അപ്പം പിന്നെന്താ, ഇങ്ങനെ അങ്ങ് പോകാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിസ്കരിക്കാൻ നാളെ മുതൽ നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട് പറയേണ്ടതൊന്ന്, മോനെ എഴുന്നേറ്റ് നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ അള്ള നിനക്ക് ഭക്ഷണം തരും. 1. 2, നിസ്കരിച്ച നല്ല മരണം അള്ളാഹു തരും. ഖുർആനാ പറഞ്ഞ്. 2, നിസ്കരിച്ച നല്ല മരണം. വെള്ളിയാഴ്ച രാവിലെ പോകാം, ജുമായ്ക്ക് മുമ്പേ കൊണ്ടുപോയി ഖബറടക്കും. 3, നിന്റെ ജനാസ നാട്ടുകാർ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ കൂടെ ആരുണ്ടാകും? മലക്കുകളും ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 4, ഒന്നുകൂടെ കേട്ടോ. അൽഹംദുലില്ലാ. കണ്ണ് കാണാത്ത സാധുവായ മനുഷ്യൻ തൻ്റെ പൊന്നുമകൻ നല്ല പഠിക്കണം. അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളും ആലിമുമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. സംഘാടകർ ബക്കറ്റ് എടുത്തോപ്പോൾ എന്തായാലും ബർക്കത്തായിട്ട് കൊണ്ടു തന്നതല്ലേ. കണ്ണ് കാണാത്ത മനുഷ്യൻ തൻ്റെ മകൻ്റെ കയ്യിൽ പിടിച്ച് കൊണ്ടു തന്നത് നാളെ അവൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാനാ. നിങ്ങൾ ചിന്തിക്ക്, നിനക്ക് അല്ല കണ്ണ് തന്നില്ലേ, കാഴ്ചയില്ലേ, ഇല്ലല്ലേ? ആ സാധുവായ മനുഷ്യൻ, അവൻ എത്ര വയസ്സ് വരെ നോക്കിക്കോ, ഒരു 5 ഒരു 10 വയസ്സിൻ്റെ താഴെ പ്രായമുള്ള മകൻ വാപ്പായി പിടിച്ചോണ്ടടക്കാ. എന്തിനാ സദക്ക തന്നേ? ഉസ്താദെ നാളെ ഇവൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ആ സാധുവായ മനുഷ്യന് സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. നിങ്ങളുടെ ആഗ്രഹതായിക്കട്ടെ. സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിൽ വരുന്നു. മനസ്സറിഞ്ഞിട്ടൊരു സദക്കയിട്. എന്നിട്ട് ഒന്നേ നീ ചോദിക്കാം, ഒരുപാടൊന്നും ചോദിക്കണ്ട. അള്ളാഹിനോട് ഒരേ ഒരു കാര്യം ചോദിക്ക്, അള്ളാഹുവെ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം താ അല്ലാ. ഒന്ന് മതി. പടച്ചവനെ ഈ സദക്കയുടെ ബർക്കത്ത് കണ്ട് ഇതിനു പകരം അള്ളയാ പറഞ്ഞത് സ്വർഗം തരാമെന്ന്, അള്ളയാ പറഞ്ഞത് സ്വർഗം തരാമെന്ന്. റബ്ബേ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണം എന്ന ഒരു നിയ്യത്തോടെ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. പതിവലെ ഞാൻ പറയും, ഒന്ന് പോക്കറ്റ് കൈയിട്. ഇടണ്ട, ഇങ്ങനെ ഇരുന്നോ. തലയുടെ മുകളിൽ നോക്കിക്കോ വാപ്പാ, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. എന്തിനാ വന്നേന്നറിയോ? ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നിനക്കറിയാം ഇത് പുട്ടടിക്കാനല്ല, പറ്റിക്കാനല്ല, നല്ല കാര്യത്തിനാ. ഇവര് നിന്റെ മുന്നിലേക്ക് വരുമ്പോ നീ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സദക്കയിട്ട തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫ. അവിടുന്ന് മലക്ക് ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ ഈ ഉള്ളതിൽ പങ്കു കൊടുത്ത ഇവനെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കൈകെട്ടിയിരുന്ന ആ മലക്ക് പറയും, അല്ലാഹുമ്മ അതി മുൻസികൻ ഖലഫ. അല്ലാഹുവേ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെച്ചേക്ക്. അള്ളാഹു നിനക്ക് തരുന്ന ലാഭമൊന്ന് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം പോക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാം മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക. അള്ളാഹുവെ ആരെല്ലാം മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക കൊടുക്കുന്നു, അള്ളാഹു ഇവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ തമ്പുരാനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരു വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. നിസ്കാരമുള്ള ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത ചരിത്രം എന്താ? മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു, അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു മകനുണ്ടായിരുന്നു. 11 വയസ്സാണ് പ്രായമുള്ളത്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും ഒരുമിച്ചാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ വല്ലാത്ത സ്നേഹമാ. അവസാനം അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാണ്. പടച്ചവനെ വാപ്പയുടെ ജനാസ കുളിപ്പിച്ചു. എല്ലാവരും കൂടെ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് അബൂ സിനാൻ തങ്ങളുടെ ജനാസ ഇറക്കി വെച്ചു. മണ്ണ് വാരി എറിഞ്ഞു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു 11 വയസ്സുകാരൻ തന്റെ വാപ്പയുടെ ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കുടുംബക്കാര് വിളിക്കുന്നു, വാമോനെ വാപ്പയോടുള്ള കടമ കഴിഞ്ഞല്ലോ, ഇനി എന്ത്
എന്തിനാ നീ പള്ളിക്കാട്ടിൽ നിൽക്കുന്നത്? നിന്റെ ഉപ്പാനെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, ഖബർ കുഴിച്ചു, നിന്റെ വാപ്പയുടെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, ഖബറിന്റെ അകത്ത് വെച്ചതാ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു. ഇനി എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നത്? അബൂ സിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 11 വയസ്സുള്ള പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്താ? വാപ്പാ, നാട്ടുകാരോട് പറയുകയാ, എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഈ പള്ളിക്കാട്ടിൽ തനിച്ചിട്ടിട്ട് ഞാൻ വരൂല, എല്ലാവരും പൊക്കോ, എന്റെ വാപ്പയുടെ അവസ്ഥ എന്താണെന്നറിയാതെ ഞാൻ വരൂല. ആ പൊന്നുമകൻ എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. തന്റെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു വിട്ടു. അബൂ സിനാ തങ്ങളുടെ 11 വയസ്സുള്ള പൊന്നുമകൻ വാപ്പയുടെ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എൻ്റെ ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് 11 വയസ്സുകാരൻ തളർന്നങ്ങ് വീഴുകയാണ്. വാപ്പയുടെ ഖബറിന്റെ ചാരത്തി പൊന്നുമോൻ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. അവിടെ നിന്ന് ഉറങ്ങിപ്പോയി, അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. വാപ്പ വന്ന് വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്നു, മോനെ, എല്ലാരും പോയല്ലോ മോനെ, നീ മാത്രം എന്താണടാ എന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നത്? എന്റെ പൊന്നുമകൻ വീട്ടിൽ പോകുന്നില്ലേ? ആ പിഞ്ചുമകന് പറയുന്നു, വാപ്പാ, ഈ കുഴിക്കകത്ത് നിങ്ങളെ ഇറക്കി കിടത്തിയിട്ട് ഞാൻ പോയാ എനിക്ക് സമാധാനം കിട്ടുവോ? എങ്ങനെയുണ്ട് വാപ്പാ? എന്റെ വാപ്പാന്റെ പുതിയ വീട് എങ്ങനെയുണ്ട്? എന്റെ വാപ്പയുടെ പുതിയ വീട് എങ്ങനെയുണ്ട്? അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ, വാപ്പയുടെ വീടല്ല, വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാ. വാപ്പയുടെ കാലിന്റെ ഭാഗത്താ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുന്നത്. മോനെ, എന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത പരിമളമാട്, വല്ലാത്ത സുഗന്ധമാട്. കണ്ണെത്താ ദൂരം എന്റെ ഖബർ വല്ലാത്ത വിശാലതയുള്ളതാ. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ, എന്റെ ഉമ്മ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് ഖബറെന്നെ കെട്ടിപ്പിടിച്ചത്. അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ, ഖബറിന്റെ അകത്ത് വന്ന മലക്കുകൾ എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ലംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കിടന്നുറങ്ങുന്നത് പോലെ മണിയറക്കകത്ത് കിടക്കുന്നവനെ പോലെ കിടന്നുറങ്ങിക്കോ. ഇതാണ് മലക്കുകൾ എന്നോട് പറഞ്ഞത്. വാപ്പയ്ക്ക് ഇതിനകത്ത് സുഖമാണ് മോനെ. പൊന്നുമകൻ വാപ്പയോട് ചോദിക്കുന്നു, വാപ്പാ, എന്റെ ഉപ്പയ്ക്ക് പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താ? എന്റെ ഉപ്പയുടെ മണ്ണറ മണിയറയാകാറുള്ള കാരണം എന്താ? അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ, എന്റെ പൊന്നുമോനി പ്രതിഫലം വേണോ? എന്റെ പൊന്നുമോനി പ്രതിഫലം വേണോ? മോനെ, 5 നേരത്തെ നമസ്കാരം മുടക്കല്ലേ. 5 വഖത്ത് നമസ്കാരം സൂക്ഷ്മതയോടുകൂടി ചെയ്യണേ മോനെ. അല്ലാഹ് നിനക്ക് ഈ പ്രതിഫലം തരുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്ന വീടേതാ? ശൈത്താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുള്ള വഴി എന്താ? മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ഭവനമേതാ? അത് നമസ്കരിക്കുന്ന ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമത്തെ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുന്ന രണ്ടാമത്തെ ഭവനമേതാ? മുത്തുനബി പറയുന്നു, സ്വഹാബ, രണ്ടാമത്തെ വീടേതെന്നറിയുമോ? ഒന്നാമത്തെ വീട് 5 നേരം നിസ്കരിക്കുന്ന ഭവനം. ആ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മലക്ക് വരും. അവിടെ നിന്ന് ശൈത്താൻ ഓടി രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 2 നിർത്താറായോ? നിർത്താറായോ? ബോറടിച്ചു തുടങ്ങിയോ? ഇല്ല, 2 ഒന്നുകൂടെ പറയാം. 11:15 ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകൾ ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീടുകൾ പ്രകാശിക്കുകയാണ്, ചില വീടുകൾ പ്രകാശിക്കുകയാണ്. ആ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, സ്വഹാബ,
അത് ഖുർആൻ ഓതുന്ന വീടുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകരവിടെന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വീടുകളുണ്ടല്ലോ, ആ വീട് മലക്കിന് നല്ല പരിചയമാണ്. ഈ പൊന്നുമകൻ ഒരു പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ ഓതി. അല്ലാഹുവേ, ഈ റഹ്മാൻ എന്ന് പറയുന്ന സൂറത്ത് ഓതിയപ്പോഴാണ് വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നത്. ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഏത് വീട്ടിലാണ് ഖുർആൻ ഓതുന്നത്? പണ്ടൊക്കെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് റോഡിലൂടെ നടന്നു പോകുമ്പോ ഓരോ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഇന്ന് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏത് വീടിന്റെ അകത്തിരുന്നാണ് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുന്നത്? എല്ലാ വീടിന്റെ അകത്തും ടിവിയുടെ സീരിയലിന്റെ ശബ്ദമാണ്. എല്ലാ വീടിന്റെ അകത്തും പടച്ചവനെ ഇന്ന് നടക്കുന്ന രംഗങ്ങൾ വല്ലാത്ത മോശമാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ മറന്നു പോകല്ലേ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹാബികൾ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു ചെന്നു. മരണത്തിന്റെ ആസന്ന അവസ്ഥയിൽ കിടക്കുന്ന ഇബ്നു മസ്ഊദ് തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉസ്മാൻ തങ്ങൾ പറയുന്നു, മസ്ഊദേ, ഞാൻ കുറച്ചു പൈസ തന്ന് സഹായിക്കട്ടെ. കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലല്ലോ, ഞാൻ കുറച്ചു പണം തന്ന് സഹായിക്കട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങൾ കരയുകയാ, എന്തേ ഉസ്മാനേ, എന്തേ ഉസ്മാനേ, മുത്തുനബി പറഞ്ഞത് മറന്നുപോയോ ഉസ്മാൻ? എന്റെ പെമ്മക്കളെ കുറിച്ച് എനിക്കൊരു പേടിയില്ല, അവർ എങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് എനിക്ക് ഭയമില്ല. എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് ഭയമില്ല. കാരണം എന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായമുണ്ടല്ലോ, ഏതെങ്കിലും വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ ആ വീട്ടുകാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു തന്നത് നീ മറന്നുപോയോ? ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. ഉസ്മാനേ, എന്റെ പെമ്മക്കൾക്ക് ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവര് മറക്കാതെ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക, എന്റെ മക്കളുടെ വിവാഹം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എനിക്ക് യാതൊരു ഭയമില്ല ഉസ്മാൻ. ഏത് സൂറത്തെന്നറിയോ ഉമ്മ? പൊന്നാര മകളെ എങ്ങനെയാണ് കെട്ടിച്ചു കൊടുക്കുന്നതെന്നറിയാതെ വീടിന്റെ അകത്തിരുന്ന മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുന്ന ഉമ്മമാരെ, പൈസ ചെലവില്ലാത്ത ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബിയല്ലേ പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത റസൂലുള്ളയല്ലേ പറഞ്ഞത്. നിന്റെ പെമ്മക്കൾക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ പെമ്മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഖുർആനിലെ ഈ സൂറത്ത് ഓതിപ്പിച്ച അല്ലാഹു നിനക്ക് ഒരിക്കലും ദാരിദ്ര്യം തരൂല. ഏത് സൂറത്തെന്നറിയുമോ? സൂറത്തുൽ വാഖിഅയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇദാ വഖഅത്തിൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ നിത്യമായിട്ട് ഓതുന്നുണ്ടോ? നീ കുടുംബത്തെ കുറിച്ച് ഭയപ്പെടണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്ത് ഭയപ്പെടണ്ട, വീടില്ലാത്തത് ഓർത്തിട്ട് ഭയപ്പെടണ്ട, പട്ടിണിയാകുമെന്ന് നീ ഭയപ്പെടണ്ട. നിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പെങ്ങളെ ആ സമയമല്ലേ ടിവിയുടെ മുന്നിലിരുന്ന് പാഴാക്കുന്നത്, സീരിയൽ കണ്ട് പാഴാക്കുന്നത്, ഫോണിലൂടെ ഇരുന്ന് സംസാരിച്ച് പാഴാക്കുന്നത്. ആ സമയമല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഓതേണ്ടത്, ആ സമയത്തല്ലേ വാക്യ ഓതേണ്ടത്. അള്ളാഹു വാക്യ ഓതിയാ ദാരിദ്ര്യം മാറ്റിത്തരുമല്ലോ. ആ സമയത്തല്ലേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്. ആരെങ്കിലും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ ഈ പള്ളിക്കാട്ടിൽ നിന്നെ ഒരു ദിവസം കൊണ്ട് കുഴിച്ചിടുമല്ലോ. ഒരു സീരിയലിന്റെ നടിമാരും വരൂല, ഒരു കൂട്ടുകാരികളും വരൂല, ഒരു ഭർത്താവും വരൂല, ഒരു മാതാപിതാക്കളും വരൂല, സ്വന്തം മക്കളും വരൂല. എല്ലാവരും കൂടെ നിന്നെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ വെളിച്ചമില്ലാത്ത കാടിന്റെ കുത്തൊരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് മടങ്ങി പോകുന്ന ദിവസമുണ്ടല്ലോ. ആ കബറിന്റെ അകത്ത് രക്ഷപ്പെടാൻ പെണ്ണേ 2.4 പേജേ ഉള്ളൂ, 2.4 പേജേ ഉള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ വീട് മാത്രമല്ല പ്രകാശിക്കുന്നത്, അവന്റെ ഖബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അപ്പോഴല്ലേ സൂറത്തുൽ സജദ ഓതേണ്ടത്. സൂറത്തുൽ സജദ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമല്ലേ. എന്തിനാ മോളെ പാഴാക്കിയത്? എന്തിനാ മോനെ പാഴാക്കുന്നത്? ഈ സൂറത്ത് ഓതുന്നവർക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാ. സൂറത്തു യാസീൻ ഓതിയിട്ട് മരിച്ചുപോയ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി, നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി, പടച്ചവനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കിട്ടുന്ന സമയമാണല്ലോ. റസൂലുള്ളാഹിയല്ലേ പറഞ്ഞത്, ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രതിസന്ധികളുമായി നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താ. എന്തിനാ മരണ വീട്ടിൽ യാസീൻ ഓതുന്നത്? ഏത് കാര്യത്തിനും യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നതിന്റെ കാരണം വെറുതെയല്ല, ഉസ്താദന്മാർക്ക് പൈസ കിട്ടാനുള്ള എളുപ്പവഴിയല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ യാസീൻ ഓതിയിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും നിനക്കൊന്ന് പറയാൻ കഴിയുവോ? നിന്റെ അപരാധികൾ അല്ലാഹുവിന്റെ മുന്നിലൊന്ന് പറയാൻ കഴിയുവോ? അതുകൊണ്ട് സഹോദരാ, മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? എല്ലാവരും വീടിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവരാ. മുത്തുനബി പറയുന്ന സ്വഹാബാ, ആരെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാൽ 6666 ആയത്തുകളിൽ ഒരേ ഒരു ആയത്തുണ്ടല്ലോ, അതറിയാത്തവരില്ല, അതറിയാത്തവരില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യന് ഖുർആനിലെ ഈ ഒരു ആയത്ത് ഓതിയാൽ അവന്റെ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ വെളുപ്പാങ്കാലം വരെ നീ പേടിക്കണ്ട, കള്ളം കൊണ്ടുപോകുമെന്ന് ഭയപ്പെടണ്ട, അക്രമികൾ വരുമെന്ന് ഭയപ്പെടണ്ട, ശൈത്താൻ വരുമെന്ന് ഭയപ്പെടണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് ഓതിയാൽ നിന്റെ വീടിനും മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സർവ്വ ശൈത്താനും ഇറങ്ങിപ്പോകുന്ന ആയത്താ. നിന്റെ വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന സർവ്വ ശൈത്താനുകളും ഇറങ്ങിപ്പോകുന്ന ആയത്താ. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ പെമ്മക്കൊക്കെ പഠിപ്പിച്ചു വെച്ച് കൊടുത്തോ, നീ പേടിക്കണ്ട, മക്കളെ കെട്ടിക്കുന്നത് ഓർത്തിട്ട് പിരിവിനൊന്നും നടക്കണ്ട. സൂറത്തുൽ വാഖിയ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഓതുന്നുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ
2 സൂറത്തുൽ മുൽക്ക്, വീടും പ്രകാശിക്കും പള്ളിക്കാട്ടിൽ നിന്റെ ഖബറും പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ മുൽക്ക് 2.25 പേജ്. ഇത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം. വീടും പ്രകാശിക്കും. മലക്ക് നീ മഗ്രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതുവോ? എല്ലാ ദിവസവും ഓതുവോ? മലക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ വീട് ഒരു ദിവസം നിന്റെ വീട്ടിൽ നീ സുഖമില്ലാതെ കിടക്ക, ഓതുന്നില്ല. മലക്കുകൾ അള്ളാഹുവിനോട് പറയുവത്രേ, പടച്ചവനെ ആ പ്രകാശം ഇന്ന് കാണുന്നില്ല അല്ലാ, ആ പാവപ്പെട്ട ഉമ്മയ്ക്ക് രോഗമാണെങ്കിൽ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മഗ്രിബിന് ശേഷം നിത്യമായിട്ട് ഓതുന്ന ഒരു വാപ്പ നിന്റെ വീട്ടിൽ ഓതും. നീ കിടപ്പിലായി പോയി ഓതിയില്ല. നിന്നെ കാണാതെ വരുമ്പോ മലക്ക് തിരയാ. മലക്ക് നിന്നെ തിരയും, നിന്റെ വീട്ടിൽ വരും. നോക്കുമ്പോ നീ രോഗം പിടിച്ച് കിടക്കുന്നു. എന്തേ ദുആ ചെയ്യുന്നേ? നിന്റെ മക്കള് പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് വന്നിട്ട് പറയും, തീരാൻ ദുആ ചെയ്യും ഉസ്താദേ. പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക് വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ നിന്റെ പെറ്റ മക്കള് പറയുമ്പോ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യ, അല്ലാ ഈ സാധുവിന് നീ ശിഫ കൊടുക്കല്ലാ, ഈ സാധുവായ പാവപ്പെട്ട ഉപ്പ ഖുർആൻ ഓതുന്ന ഈ ഉപ്പ, ഈ ഉമ്മയ്ക്ക് നീ രോഗത്തിന് ശിഫ കൊടുക്ക് അല്ലാഹുവേ, നീ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ. സജദ 2.25 പേജ്. അതും അത്രേ ഉള്ളൂ. ഞാൻ പറയണതെല്ലാം 2.5 പേജ്. സൂറത്തുൽ വാഖിഅ 2.5 പേജ്. 2.5 പേജ്. സൂറത്തുൽ മുൽക്ക് 2.25 പേജ്. സൂറത്തു സജദ 2.25 പേജ്. ഓദിക്കോ. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു യാസീൻ. നിനക്കെന്തേ? കടം മാറണം, വീട് വേണം, രോഗം മാറണം, കച്ചവടം വേണം, നല്ല ജീവിതം വേണം. വേണോ? യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്. സമയില്ലല്ലേ? അപ്പടില്ലേ ചന്ദനമഴ അല്ലേ? മഴ പെയ്യുന്ന പോലെ ഇറങ്ങും. നിന്റെ വീട്, ചിലര് വീടിങ്ങനെ ഖുർആൻ തുറന്നു വെക്കുമ്പോ പ്രകാശിക്കും. നിന്റെ വീട്ടിൽ ടിവിയാ പ്രകാശിക്കുന്നത്. പണ്ടൊക്കെ റോഡിൽ കൂടെ പോയ ഉമ്മമാരിരുന്നിട്ട് അല്ലാഹ് ഖുർആൻ ഓതുന്ന ശബ്ദം. പണ്ടങ്ങനെ ആയിരുന്നു. ഖുർആൻ ഓതുന്ന ഒരു സഹാബിയുണ്ട്, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ചങ്ങാതിയുടെ സ്വഭാവം, ഒരു പെണ്ണിനെ കണ്ട് ആഗ്രഹിച്ചാ പിന്നെ അവളെ കിട്ടിയിരിക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ കണ്ട, വല്ലാത്ത ആരോഗ്യവാനാ, പഴയകാലം. അവിടെ നിന്ന് പടച്ചവനെ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു, ചോദിച്ചു, സമ്മതിക്കുന്നില്ല. വീട്ടിൽ കയറി ചെന്ന് രാത്രി വീട്ടിൽ കയറി ചെന്നിട്ട് ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് പീഡിപ്പിക്കുന്നതിന് വേണ്ടി, ഈ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിട്ട് മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ സാധുവായ പെണ്ണ്, ആരോഗ്യവാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായിട്ട് അല്ലാഹുവേ പേടിച്ച് വിറച്ചിരിക്കുക. അപ്പോഴാ അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ദുആ ചെയ്യാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതി അവിടെ നോതുകയാ. അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. എടാ നന്നാവാൻ സമയമായില്ലേടാ, അതാ ഖുർആന്റെ അർത്ഥം. ആ ആയത്തിന്റെ അർത്ഥം എന്തെന്നറിയോ? അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. അടുത്ത വീട്ടിൽ ഇരുന്നിട്ട് ഒരു ഉമ്മ ഓതുക, നന്നാവാൻ സമയമായില്ലേ? ഈ പെണ്ണ് ചോദിക്കാ, സമയമായില്ലേ നിനക്ക് നന്നാകാൻ? അല്ലാഹുവിനെ പേടിയില്ലേ? യോദ്ധാവായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു താൻ ആഗ്രഹിച്ച പെണ്ണുങ്ങളെ മുഴുവനും കീഴ്പ്പെടുത്തിയിട്ട് അവിടുത്തെ ആഗ്രഹം സാധിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് വ്യഭിചരിക്കാൻ പോകുമ്പോഴാ ആ പെണ്ണുമ്മ അടുത്ത വീട്ടിലിരുന്ന് ഓതുന്നു, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഈ പെണ്ണ് ചോദിക്കാ, കേട്ടോ, നന്നാകാൻ സമയമായില്ലേ നിനക്ക്? അല്ലാഹുവിനെ ഓർമ്മയില്ലേ നിനക്ക്? മരിക്കണ്ടേ ഫുളൈലെ? എഴുന്നേറ്റ് പോയി. എന്റെ പ്രിയമുള്ളവരെ, പണ്ട് അങ്ങനായിരുന്നു. ഇന്നിപ്പം വീട്ടിൽ TV ഒന്നും വേണ്ട. ഇവിടെ ഇരുന്ന അപ്പുറത്തിരിക്കണ സീരിയലിന്റെ ശബ്ദം ഇക്കരെ കേൾക്കാം, കഥയൊക്കെ ഇവിടെ ഇരിക്കും. ഇതാവസ്ഥ. നിന്റെ വീട് പ്രകാശിക്കുന്നത് TV കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കടം മാറണോ, ദുഃഖം മാറണോ, രോഗം മാറണോ, പ്രയാസം മാറണോ, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യ്. നീ ചോദിക്കുന്നത് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും.
പൈസ ഒന്നും കൊടുക്കണ്ട. നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. കള്ളം വരൂല, കൊള്ളക്കാര് വരൂല, ശൈത്താൻ വരൂല. നിന്റെ വീടിന് ഒരേ ഒരാൾ മാത്രമേ നിന്റെ വീടിന്റെ അകത്ത് വരൂ. ഖുർആനിലെ ഒരായത്തോതിയ നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഓതാവിന്റെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ. ഖുർആനിലെ ഒരായത്തോതിയ നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. ഖുർആനിലെ ഒരായത്തോതിയ അല്ലാഹ് നിനക്ക് നൽകിയ സർവ്വ നിഅമത്തുകളും നിലനിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടായത്ത് ഒരായത്തോതിയ നിന്റെ വീടിന് മലക്കുകൾ നീ പേടിക്കണ്ട, ഓതിയിട്ട് കിടന്നോ. നിന്റെ സ്വർണ്ണമൊന്നും കള്ളം കൊണ്ടുപോകത്തില്ല. എല്ലാം ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് നീ കടന്നോ. ഖുർആനിലെ ഈ ആയത്ത് നിന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും. അല്ലാഹു ഓതാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. 2 ഖുർആനിലെ ഒരായത്തോതിയ അല്ലാഹ് നിനക്ക് തന്നതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും. നീ പേടിക്കണ്ട, ഒന്നും നഷ്ടപ്പെട്ടു പോകൂല. അല്ലാഹു നിനക്കത് നിലനിർത്തി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 2 ആയത്ത് നമുക്ക് പഠിക്കാം. എഴുന്നേറ്റ് വാ. ബിസ്മില്ലാ. കഴിഞ്ഞു. പെട്ടെന്ന് വാ. എഴുന്നേറ്റ്. ബിസ്മില്ലാ. വാ, എഴുന്നേറ്റ് വാ. ഇത് ഇരിക്കണേ. വാ, ഇൻഷാ അല്ലാഹ് പോണ്ട, വീട്ടിൽ പോണ്ടേ. വാ, ഇങ്ങടുത്തേക്ക്. ഇങ്ങോട്ട് വാന്നേ. എഴുന്നേറ്റ്. പോലെ എഴുന്നേക്ക്. ബിസ്മില്ലാ. 2 ആയത്ത് ശൈത്താനെയൊക്കെ ഓടിച്ച് വെള്ളം ഇന്ന് വീട് റെഡിയാക്ക്. ഇരിക്കണ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ്. എല്ലാം എഴുന്നേക്ക്. ബിസ്മില്ലാ. ജൽദി എല്ലാം എഴുന്നേറ്റ്. അങ്ങോട്ട് പോക്കെ. ആ സ്വർഗത്തിലോട്ടൊന്ന് കയറി ദുആ ചെയ്യട്ടെ. പോ. ബിസ്മില്ലാ. ഇറങ്ങിക്കോ. ബിസ്മില്ലാ. എല്ലാം ഇറങ്ങി അങ്ങോട്ട് പൊക്കോ. കെട്ടിടത്തിനകത്ത് ഇരിക്കാതെ പോ. ബിസ്മില്ലാ. അങ്ങോട്ട് പോയി നിൽക്ക്. ദുആ ചെയ്യാൻ പോവാ. എല്ലാം ഇറങ്ങി അങ്ങോട്ട് പോയി നിന്നു. ഇരിക്കുന്നില്ല, ആരും ഇരിക്കുന്നില്ല. എല്ലാം നിൽക്കുക. പോയി ഇരിക്കും. അങ്ങോട്ട് പോയി എല്ലാവരും പോയി നിൽക്കുക. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഈ സൈഡിൽ ഇരിക്കുന്ന ചങ്ങായിമാരൊക്കെ ഇങ്ങോട്ട് വാ. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയിരിക്കുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന് മലക്കുകൾ കാവൽ നിൽക്കണം, ശൈത്താൻ ഓടണം, മലക്ക് വരണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരായത്ത് ഓതല്ലേ. ഇങ്ങോട്ട് നമുക്ക് ഓതല്ലേ. ഒരായത്ത് ഓതല്ലേ. ഒന്ന് കൈവക്കിക്ക്. ഓ, ഇതുപോലെ കാണുമെന്ന് പൊക്കിയിരുന്നെങ്കിൽ പള്ളിയുടെ 2 നിലയും ബാക്കിയുള്ള സ്ഥലം വരെ മിറ്റം വരെ ഇടായിരുന്നു. അതെങ്ങനാ പൊക്കണ്ടേ? അതിന് അല്ലാഹ് തന്നെ തീരുമാനിക്കണം. ആമിനാത്ത, നീ വിചാരിച്ചാ പോരാ, അതിനൊരു യോഗം ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഒരായത്ത് ആരോതുന്നു അവന്റെ വീടിന് മലക്കുകൾ കാവൽ നിൽക്കും, ശൈത്താൻ ഓടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഓതുവല്ലേ. സന്തോഷത്തോടെ പറ മനുഷ്യ. ശൈത്താൻ ഓടാൻ പറ്റത്തില്ല, അവൻ പറയും വേണ്ടാന്ന്. പറ, ഓതുവല്ലേ. ഇത് ആരാ പറഞ്ഞു കൊടുത്തെന്നറിയോ? മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ ഒരു ജോലി കൊടുത്തു, സദക്കയുടെ മുതലിന് കാവലിരിക്കാൻ. അങ്ങനെ അബൂ ഹുറൈറ തങ്ങൾ രാത്രി കാവലിരിക്കുമ്പോ ഒരു പ്രായം ചെന്ന മനുഷ്യൻ വന്നിട്ട് ചാക്കിൽ നിറയ്ക്ക. കള്ളം വന്നിട്ട് ഇതിങ്ങനെ വാരി കൂട്ടാ. അബൂ ഹുറൈറ തങ്ങൾ പോയി പൊക്കി, നിന്നെ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകും. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബൂ ഹുറൈറ, വീട്ടില് വലിയ പട്ടിണിയാ, വല്ലാത്ത കണ്ണീരാ, ദാരിദ്ര്യവാ, ഗതിയില്ലാത്തത് കൊണ്ട് വന്നതാ. ഈ അബൂ ഹുറൈറ തങ്ങൾ പാവപ്പെട്ടവനായതുകൊണ്ട് വെറുതെ അങ്ങ് വിട്ടു. ഇനി വരരുത് കേട്ടാ. 2ാമത്തെ ദിവസവും നോക്കുമ്പോ രാത്രി വന്നിരുന്നിട്ട് ചാക്കി നിറയ്ക്ക. 2ാമത്തെ രാത്രിയും വന്നിരുന്നു ചാക്കിൽ നിറയ്ക്കുന്നു. 2ാമത്തെ ദിവസവും പിടിച്ചപ്പോ പറഞ്ഞു, മക്കള് കടന്ന് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ വന്നതാ അബൂ ഹുറൈറ, ഇനി ഞാൻ വരൂല, എന്നെ വിട്ടു. 3ാമത്തെ രാത്രിയും അബൂ ഹുറൈറ തങ്ങൾ നോക്കുമ്പോ ഇതേ പ്രായമുള്ള മനുഷ്യൻ വന്നിരുന്നിട്ട് സകാത്തിന് സദക്കയുടെ മുതൽ വാരുന്നത് കണ്ടപ്പോ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വിടൂല, നബിയുടെ മുന്നിൽ കൊണ്ടുപോകും, നീ എന്ത് ചെയ്താലും നിന്നെ ഞാൻ വിടൂല. ആ സമയത്ത് ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, നിനക്ക് ഞാനൊരു ഇൽമു പഠിപ്പിച്ചു തരാം. അബൂ ഹുറൈറ തങ്ങൾക്ക് ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ നിന്റെ വീട്ടിൽ നിന്ന് ശൈത്താൻ പോകും, നിന്റെ വീട്ടിൽ നിന്ന് ഇബ്ലീസിന്റെ ഷർറ് മാറും. ഞാൻ നിനക്കൊരു ആയത്ത് പറഞ്ഞു തരാം. അബൂ ഹുറൈറ തങ്ങൾ ആയത്ത് പഠിച്ചു, വെറുതെ വിട്ടു. പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്ന് 3 ദിവസവും വന്ന മനുഷ്യന് വെറുതെ അങ്ങ് വിട്ടില്ലേ? വിട്ടു നബിയെ. ആ മനുഷ്യൻ എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു. ആ വന്നത് ആരാണെന്നറിയ അബൂ ഹുറൈറ? ഇല്ല നബിയെ, അത് ശപിക്കപ്പെട്ട ഇബ്ലീസ് ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ വന്നേ? ഇബ്ലീസ്. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്ത അമലെന്താ? ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ ഞാനും എന്റെ മക്കളും നിന്റെ വീട്ടിൽ വരില്ലെന്ന്.
എന്താ പറഞ്ഞേ? ഇബിലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തേ. ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ ഇബിലീസിന്റെ ഷർറ് നിന്റെ വീട്ടിൽ നിന്ന് മാറും. ആരാ പറഞ്ഞേ? ഇബിലീസ് തന്നെ. പ്രവാചകൻ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യവാ. ഇബിലീസ് അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാ. ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും വീട്ടിൽ ഓതിയാൽ ആ വീട്ടിൽ നിന്ന് ഇബിലീസ് ഓടും, റഹ്മത്തിന്റെ മലക്കുകൾ വരും, കാവല് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതല്ലേ. ആയത്തെ കുറിച്ച് ഓതാൻ അറിയണവരൊക്കെ കൈവക്കുക. ആയത്തിൽ കുറിച്ച് ഓതാൻ അറിയണം. കൊള്ളാണ്. ഇത്രയല്ല, ഇന്ന് ഓടിക്കും പറമ്പ് ഇടങ്ങില്ല. ഇന്ന് ശൈത്താൻ കണ്ടം വഴി എന്റെ മണ്ണാർക്കാടിന്റെ അതിർത്തി കിടക്കും. ഇന്ന് ഈ നാട്ടിൽ നിന്ന് ശൈത്താനെ ഓടിച്ചിട്ടേ ഉറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓതല്ലേ? വീട്ടിൽ പോയിട്ട് ഓതുമ്പോ വീട്ടിൽ പോയി ഓതിയിട്ട് വെളിയിറങ്ങി നിന്ന് നോക്കണം, വീടിന്റെ മുകളിൽ ആരെങ്കിലും ഇരുന്ന് വാഴ്ന്നു പറയുന്നു. ഈ ആയത്ത് ഓതി കഴിഞ്ഞ ഇബ്ലീസ് വീടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് മക്കളോട് പറയത്രേടാ, ഓടിക്കോടാ, ഇന്ന് ഇവിടെ രക്ഷയൊന്നുമില്ല, ഇവിടെ മലക്കുകളും മനുഷ്യനും താമസം തുടങ്ങി, നമുക്കിവിടെ സ്ഥാനമില്ല, ഓടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാ ശർറ് മുസീബത്തുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ.